ഹായ് ഗൈസ്, ഇന്നത്തെ ഈവനിങ് സ്നാക്സ് കത്തിരിക്ക ബജ്ജി. അപ്പം നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മാവിൻ്റെ പകുതി എടുക്കുകയാണ്. ഈ പാക്കറ്റ് 1/2 കിലോയാണ്, അതിൻ്റെ പകുതി മാവോളം എടുക്കുകയാണ്. ഞാനിവിടെ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി, ഇച്ചിരി കായപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മുഴുവൻ ജീരകം കൂടി ചേർക്കാം കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മിയെടുക്കാം. അപ്പോൾ നമ്മൾ തിരുമ്മിയെടുത്ത മാവിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അത് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ ഒരു സാമാന്യ വലിപ്പമുള്ള 4 ബ്രിഞ്ചോളം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ബ്രിഞ്ചോളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രിഞ്ചോൾ പീസിനെ ഓരോന്നായിട്ട് മാവിൽ മുക്കി എണ്ണയിലിട്ട് വേവിക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ 2 സൈഡും വെന്ത് നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രിഞ്ചോൾ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.